ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു നാടൻ കറി ആയാലോ. അപ്പം ഞാൻ പരിപ്പും മുരിങ്ങയും കൂടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് നല്ലോണം വേവിച്ചിട്ടുണ്ട്. 3 വിസിൽ വെച്ച് കുക്കറിൽ വെച്ചതാണ്. പിന്നെ ഇതാ നമുക്ക് അരപ്പ് നോക്കാം. അപ്പോൾ അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, അതുപോലെ കുരുമുളക് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ മുരിങ്ങയാണ് എടുക്കുന്നത്. മുരിങ്ങ വന്നിട്ട് അതിൻ്റെ ഒപ്പം പൂവും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതാ തേങ്ങ എല്ലാം കൂടി അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ പരിപ്പ് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് തിളയ്ക്കാൻ. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ ഒരു പച്ചമണം മാറണം. നന്നായി തിളച്ച ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം തിളച്ച് നല്ലോണം പൊന്തിയ ശേഷം നമുക്കതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയ്ക്ക് വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്നാവും നമുക്ക്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും പെട്ടെന്നാവും. അത് കഴിഞ്ഞ് ഇതാ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് നല്ല വെളുത്തുള്ളി കുത്തിച്ചതച്ച് വെളുത്തുള്ളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ്, നല്ലതാണ്. നമ്മൾ ചെറിയ ഉള്ളി ഇടില്ല, അതാണ്